ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കരിമീൻ വറുക്കുന്നത്, കരിമീൻ ഫ്രൈ എങ്ങനെ നമുക്ക് അതിൻ്റെ മസാലക്കൂട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു 1/2 കിലോ കരിമീൻ, ഒരു 4 കരിമീനുള്ളൂ, ഒരു മീഡിയം സൈസ്. അത് നല്ലപോലെ കഴുകി നമ്മൾ പുളിവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുത്താൽ തന്നെ നല്ല ടേസ്റ്റാണ്. കരിമീൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിന് മസാല നമുക്ക് ഉണ്ടാക്കാം. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരു മസാലക്കൂട്ട്. അതിനായിട്ട് നമ്മൾ മിക്സിയിൽ ചെറിയ ജാർ എടുത്തിട്ട് അതിലോട്ട് ഒരു 4 വെളുത്തുള്ളിയും 3-4 വെളുത്തുള്ളിയും ഒരു 3-4 ചുവന്നുള്ളിയും ഇട്ടിട്ട്, പിന്നെ നമുക്കതിലേക്ക് കുറച്ച് ഇഞ്ചി, ഒരു ഇഞ്ചി ചെറിയ പീസസ് ആയിട്ട് ഇടാം, ഒരു ചെറിയ പീസ്. പിന്നെ നമുക്ക് അതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം നല്ലോണം പെരിഞ്ചീരകം ചേർക്കണം. പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക്, മുഴുവൻ മുളക് ചേർക്കാം നമുക്ക്. പിന്നെ നമുക്കൊരു ടീസ്പൂണ് മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ നിറയെ എരിവുള്ള മുളക് പൊടിയും ചേർത്തിട്ട്, ഇനി നമുക്കതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിൽ വേട്ടയാണെങ്കിൽ മുഴുവൻ മുളകും ചേർക്കാം കേട്ടോ. അതിന് ഉണക്കമുളകില്ലേ, ചുവപ്പ്, അത് ചേർക്കണവരുണ്ട്. ഇനി ഞാനതിലോട്ട് ഒരു സ്പൂണ് വിനാഗിരിയാണ് ചേർത്തത്. അതിന് പകരം നമുക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർക്കാം. കുറച്ച് കറിവേപ്പില ഇട്ടു. ഇനി നമ്മൾ അതിലോട്ട് ഉപ്പ് ചേർത്തു. ഇനി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ, ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിലോട്ട് ഒരു അല്പം, ഒരു 2-3 ടീസ്പൂൺ കൂടി വെള്ളം കൂടി ചേർത്തിട്ട് നല്ല അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തരിതരിപ്പായിട്ട് അരച്ചിട്ടുള്ള ഈ മസാലക്കൂട്ട് നമുക്ക് ഈ 4 മീനുള്ളൂ ആകെ. 4 മീനിൽ നല്ലപോലെ ചേർത്ത് പിടിപ്പിച്ച് വെക്കാം. അത് നമുക്കൊരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറോ മാറ്റി വയ്ക്കാം, റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമുക്കിത് ഞാനൊരു അരമണിക്കൂറോ വെച്ചോളൂ, 1 മണിക്കൂർ വരെ വെച്ചാലും കുഴപ്പമില്ല. മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാൻ വെച്ചിട്ട് സാധാരണ വെളിച്ചെണ്ണ ചേർത്ത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. നോർമൽ മീൻ വറുക്കുന്ന പോലെ തന്നെ നമ്മൾ വറുത്തെടുത്തത്. അപ്പോൾ നമുക്കതിലോട്ട് കരിമീൻ വയ്ക്കാം. അപ്പോൾ അത് പാനിലാകെ 3 കരിമീൻ എനിക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 3 വെച്ചു. ഇത് ഫ്രഷ് കരിമീനായിരുന്നു. ഈ ഏനാമാവ് കെട്ടിൻ്റെ അവിടെ മീൻ പിടുത്തക്കാരിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ നമ്മൾ 2-3 മീൻ വാങ്ങിയപ്പോൾ നമുക്ക് കരിമീൻ നല്ല ഫ്രഷ് അപ്പം തന്നെ പിടിച്ച് കൊണ്ടുവന്ന മീനായിരുന്നു. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് നല്ലപോലെ ഒരു വശം മറിച്ചിട്ടു വീണ്ടും. അപ്പോൾ നമുക്കിതുപോലെ നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കരിമീൻ നമുക്ക് ഊണിൻ്റെ കൂടെയൊന്നും അല്ലാണ്ട് വെറുതെ ഇരുന്ന് കഴിക്കാൻ ഒത്തിരി സമയം വേണം, കാരണം മുള്ളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്കതൊക്കെ നീക്കി നല്ല ഫ്രഷ് മീൻ കഴിക്കാൻ പറ്റും. വെറുതെ ഇരുന്ന് ചോറിൻ്റെ കൂടെ അല്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് സാധാരണ ഒരു ഫ്രൈ ഞാൻ ചെയ്യുന്നത് ഇതാണ്. ഓക്കെ, താങ്ക് യു.